ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 90-ാം ദിവസം. ദെബോറായും ബാറാഖ്. ഇന്നേ ദിവസം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 4ഉം 5ഉം അധ്യായങ്ങൾ, റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 134 എന്നിവ വായിക്കുന്നു. ന്യായാധിപയായ ദെബോറ, സിസേറയെ വധിക്കുന്ന ധീരയായ ജായേൽ, മോവാബ്യയായ റൂത്ത്, അവളുടെ അമ്മായിയമ്മ നവോമി എന്നീ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഇന്നത്തെ വായനയിൽ നാം കണ്ടുമുട്ടുന്നത്. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും പ്രായശ്ചിത്ത പ്രവൃത്തികൾ കൊണ്ടും ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്ന അതിശക്തരായ വനിതകൾ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. ദെബോറായും ബാറാഖ്. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യുന്നത് ഇസ്രായേല്യർ ആവർത്തിച്ചു. യഹൂദ് മരിച്ചിരുന്നു. ഹസോറിൽ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീൻ്റെ കരത്തിലേക്ക് കർത്താവ് അവരെ വിറ്റു. ഹറോഷത്ത് ഹഗോമിയിൽ താമസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവൻ്റെ സേനാപതി. അവന് 900 ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നതിനാലും അവൻ ഇസ്രായേലരെ 20 വർഷം ക്രൂരമായി പീഡിപ്പിച്ചതിനാലും ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചു. ലെപ്പിദോത്തിൻ്റെ ഭാര്യ ദബോറ എന്ന പ്രവാചികയാണ് അക്കാലത്ത് ഇസ്രായേലിൽ ന്യായം വിധിച്ചിരുന്നത്. അവൾ എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബേഥേലിനും ഇടയ്ക്ക് ദെബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു. ഇസ്രായേല്യർ വിധി തീർപ്പിനു വേണ്ടി അവളുടെ പക്കൽ എത്തിയിരുന്നു. അവൾ അബിനോവാമിൻ്റെ മകനായ ബാറാഖിനെ നഫ്താലിയിലെ കേദഷിൽ നിന്ന് ആളയച്ച് വിളിപ്പിച്ചു. അവൾ അവനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നില്ലേ, നീ പോയി നഫ്താല്യരിൽ നിന്നും സെബ്ലൂന്യരിൽ നിന്നും 10,000 പേരെ നിന്നോടൊപ്പം താബോർ മലയിൽ സംഘടിപ്പിച്ചെടുക്കുക. യാബീൻ്റെ സേനാപതി സിസേറയെ അവൻ്റെ രഥത്തോടും അണികളോടും കൂടി കിഷോൻ അരുവിയുടെ സമീപത്ത് നിൻ്റെ പക്കൽ ഞാൻ എത്തിക്കും. ഞാൻ അവനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാറാഖ് അവളോട് പറഞ്ഞു, എന്നോടുകൂടെ നീ വന്നാൽ ഞാൻ പോകാം, എന്നോടുകൂടി നീ വന്നില്ലെങ്കിൽ ഞാൻ പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ വരാം. പക്ഷേ നീ ചരിക്കുന്ന നിൻ്റെ ഈ വഴി നിൻ്റെ മഹിമയ്ക്കായിരിക്കുകയില്ല. കാരണം കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കരത്തിലേക്ക് വിൽക്കും. ദബോറ എഴുന്നേറ്റ് ബാറാഖിനോടുകൂടെ കേദഷിലേക്ക് പോയി. ബാറാഖ് സെബ്ലൂനിനെയും നഫ്താലിയെയും കേദഷിലേക്ക് വിളിച്ചുകൂട്ടി. അവൻ്റെ കീഴിലുള്ള 10,000 ആളുകളുമായി അവൻ കയറി ചെന്നു. ദബോറായും അവനോടുകൂടെ കയറി. കേദേശിനടുത്ത് സനാനിമിലെ ഓക്കുമരത്തിന് സമീപം മോശയുടെ അമ്മായിയപ്പൻ ഹോബാബിൻ്റെ മക്കളായ കേന്യരിൽ നിന്ന് പിരിഞ്ഞു പോന്ന കേന്യൻ ഹേബർ തൻ്റെ കൂടാരം വിരിച്ചിരുന്നു. അബിനോവാമിൻ്റെ മകനായ ബാറാഖ് താബോർ മലയിൽ കയറി ഇരിക്കുന്നുവെന്ന് അവർ സിസേറയെ അറിയിച്ചു. സിസേറ തൻ്റെ എല്ലാ രഥങ്ങളെയും 900 ഇരുമ്പ് രഥങ്ങൾ ഹറോഷത്ത് ഹഗോയിമിൽ നിന്ന് തന്നോടൊപ്പമുള്ള എല്ലാ ജനത്തെയും കിഷോൻ അരുവിയുടെ അടുത്ത് വിളിച്ചുകൂട്ടി. ദെബോറ ബാറാഖിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, കർത്താവ് സിസേറയെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ദിവസമാണിത്. നിൻ്റെ മുമ്പേ പോകുന്നത് കർത്താവല്ലേ?
ബാറാക്ക് താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി. 10,000 ആളുകൾ അവൻ്റെ പിന്നാലെ. കർത്താവ് സിസേറയെയും എല്ലാ രഥങ്ങളെയും സൈന്യത്തെയും ബാറാക്കിൻ്റെ മുമ്പിൽ വാൾത്തലയാൽ ഭയചകിതരാക്കി. സിസേറ രഥത്തിൽ നിന്നിറങ്ങി കാൽനടയായി പലായനം ചെയ്തു. ബാറാക്ക് രഥത്തെയും സൈന്യത്തെയും ഹറോഷത്ത് ഹഗോയിം വരെ പിന്തുടർന്നു. സിസേറയുടെ സൈന്യം മുഴുവനും വാൾത്തലയ്ക്കിരയായി വീണു. ഒരുവൻ പോലും അവശേഷിച്ചില്ല. സിസേറ കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യാബീനും കേന്യനായ ഹേബറിൻ്റെ ഭവനവും തമ്മിൽ സമാധാനത്തിലായിരുന്നു. ജായേൽ സിസേറയെ സ്വീകരിക്കാൻ ഇറങ്ങി വന്നു. അവൾ അവനോട് പറഞ്ഞു, വന്നാലും പ്രഭോ, എൻ്റെ അടുത്തേക്ക് വന്നാലും ഭയപ്പെടേണ്ട. അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിലേക്ക് ചെന്നു. അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി. അവൻ അവളോട് പറഞ്ഞു, അല്പം വെള്ളം എനിക്ക് കുടിക്കാൻ തരിക, കാരണം എനിക്ക് ദാഹിക്കുന്നു. അവൾ പാലിൻ്റെ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ കൊടുത്തു. വീണ്ടും അവൾ അവനെ പുതപ്പിച്ചു. അവൻ അവളോട് പറഞ്ഞു, കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുക. ആരെങ്കിലും വന്ന് ഒരാളിവിടെ ഉണ്ടോ എന്ന് നിന്നോട് ചോദിച്ചാൽ ആരുമില്ലെന്ന് നീ പറയണം. എന്നാൽ ഹേബറിൻ്റെ ഭാര്യ ജായേൽ കൂടാരത്തിൻ്റെ ഒരു കുറ്റിയെടുത്ത് ചുറ്റികയും കയ്യിലാക്കി സാവകാശം അവൻ്റെ അടുത്ത് ചെന്നു. അവൻ ക്ഷീണിച്ചുറങ്ങുകയായിരുന്നു. അവൾ കുറ്റി അവൻ്റെ ചെന്നിയിൽ അടിച്ചു കയറ്റി. അത് നിലത്ത് തറച്ചു. അങ്ങനെ അവൻ മരിച്ചു. ബാറാക്ക് അപ്പോൾ സിസേറയെ പിന്തുടർന്നു വരികയായിരുന്നു. ജായേൽ അവനെ കണ്ടുമുട്ടാൻ പുറത്തേക്ക് വന്നു. അവൾ അവനോട് പറഞ്ഞു, വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഇതാ സിസേറ മരിച്ചു കിടക്കുന്നു, കുറ്റി അവൻ്റെ ചെന്നിയിലും. അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേല്യർക്ക് മുമ്പാകെ അധീനപ്പെടുത്തി. കാനാൻ രാജാവായ യാബീനെ ഇല്ലാതാക്കുന്നതുവരെ ഇസ്രായേല്യരുടെ കരം അവൻ്റെ മേൽ കരുത്താർജിച്ചു കൊണ്ടിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. ദെബോറയുടെ കീർത്തനം. ആ ദിവസം ദെബോറയും അബിനോവാമിൻ്റെ പുത്രൻ ബാറാക്കും ഇപ്രകാരം പാടി. നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനെയും ജനം സന്മനസ്സോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനെയും കുറിച്ചായിരുന്നു അത്. കർത്താവിനെ വാഴ്ത്തുവിൻ, രാജാക്കന്മാരെ കേൾക്കുവിൻ, ഭരിക്കുന്നവരെ ശ്രവിക്കുവിൻ. ഞാൻ കർത്താവിനുള്ളവൻ, ഞാൻ പാടട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ ഗാനമുതിർക്കും. കർത്താവെ, അങ്ങ് സേറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഏദോം പ്രദേശത്തു നിന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം പെയ്തിറങ്ങി, കാർമേഘങ്ങളാകട്ടെ ജലം വർഷിച്ചു, പർവ്വതങ്ങൾ വിറച്ചു. കർത്തൃസന്നിധിയിൽ, സിനായിയുടെ ഉടയവൻ്റെ മുമ്പിൽ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ, ആനാത്തിൻ്റെ മകൻ ഷംഗാറിൻ്റെ കാലത്തും യായേലിൻ്റെ കാലത്തും പാതകൾ നിലച്ചു. പതികർ ഊടുവഴിയിലൂടെ പോയി. ഗ്രാമവാസികൾ ഇല്ലാതായി, ഇസ്രായേലിൽ അവർ ഇല്ലാതായി. ഞാൻ ദെബോറ ഉയരുന്നതുവരെ, ഞാൻ ഇസ്രായേലിലെ ഒരമ്മ ഉയരുന്നതുവരെ അവൻ പുതുദേവന്മാരെ തിരഞ്ഞെടുത്തു. അപ്പോൾ കവാടങ്ങളിൽ യുദ്ധമുണ്ടായി. ഇസ്രായേലിലെ 40,000 കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം ഇസ്രായേലിലെ നേതാക്കന്മാരോടൊപ്പം, ജനത്തിനു വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരോടൊപ്പം കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളപ്പെൺകഴുതകളുടെ മേൽ സവാരി ചെയ്യുന്നവരെ, പരവതാനികളിൽ ഇരിക്കുന്നവരെ, പാതയിൽ നടന്നു നീങ്ങുന്നവരെ ഉദ്ഘോഷിക്കുവിൻ. വില്ലാളികളുടെ ശബ്ദത്തിൽ നിന്നകന്ന് നീർപ്പാത്തികൾക്കിടയിൽ അവിടെ കർത്താവിൻ്റെ നീതി, ഇസ്രായേലിലെ ഗ്രാമീണർക്കുള്ള നീതി അവർ അറിയിക്കുമായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ജനം കവാടങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്നു. ഉണരൂ, ഉണരൂ ദബോറ, ഉണരൂ, ഉണരൂ, ഗാനമാലപിക്കൂ. എഴുന്നേൽക്കൂ ബാറാക്ക്, അബിനോവാമിൻ്റെ പുത്ര, നിന്റെ തടവുകാരെ പിടിച്ചുകൊണ്ടുപോവുക. അവശേഷിച്ചവൻ ഇറങ്ങി വന്നു. നേതാക്കന്മാരോടൊത്ത് ജനം. ശക്തന്മാർക്കെതിരെ കർത്താവ് എനിക്കായി ഇറങ്ങി വന്നു. ബെഞ്ചമിൻ തങ്ങളുടെ വേര് അമലേക്കിലുള്ളവർ, എഫ്രായിമിൽ നിന്ന് സേനാപതികൾ, മാഹീറിൽ നിന്ന് സൈന്യത്തിൻ്റെ ദണ്ട് വഹിച്ചവൻ സെബുലൂണിൽ നിന്ന് നിന്റെ പിറകെ നിന്റെ ജനത്തോടൊപ്പം ഇറങ്ങി വന്നു. ഇസാക്കറിലെ പ്രഭുക്കന്മാർ ദബോറയുടെ ഒപ്പമായിരുന്നു. ഇസാക്കറിനെ പോലെ ബാറാക്കും. അയാളുടെ കാലടികളിൽ അവൻ താഴ്വരയിലേക്ക് അയക്കപ്പെട്ടു. റൂബൻ്റെ ഗണങ്ങളിൽ വലിയ ഹൃദയപരിശോധനകൾ.
ആലകൾക്കിടയിൽ ആടുകൾക്കുള്ള കുഴൽവിളി കേൾക്കാൻ നീ പാർത്തതെന്തിന്? റൂബൻ്റെ ഗണങ്ങൾക്ക് വലിയ ഹൃദയപരിശോധനകൾ. ഗിലെയാദ് ജോർദാനക്കരെ താമസമാക്കി. ദാൻ കപ്പലുകളോടൊപ്പം വസിക്കുന്നതെന്തിന്? ആഷേർ കടൽ തീരത്ത് പാർത്തു. അവരുടെ തുറമുഖങ്ങളിൽ അവൻ താമസമുറപ്പിക്കുന്നു. പടനിലത്തിൻ്റെ ഉച്ചിയിൽ സ്വജീവൻ മരണത്തിന് വിട്ടുകൊടുത്ത ജനമാണ് സെബുലൂൺ നഫ്താലിയും. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദോ ജലാശയത്തിങ്കൽ കാനാൻ രാജാക്കന്മാർ അപ്പോൾ യുദ്ധം ചെയ്തു. എന്നാൽ അവർ കൊള്ള മുതൽ എടുത്തില്ല. ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. അവയുടെ സഞ്ചാരപഥങ്ങളിൽ നിന്ന് സിസേറയുമായി അവ പൊരുതി. കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു. കിഷോൻ പ്രവാഹം, പുരാതന പ്രവാഹങ്ങൾ. എൻ്റെ ആത്മാവെ, നീ ശക്തിയോടെ മുന്നേറും. അവൻ്റെ കരുത്തന്മാർ കുതിച്ചു പാഞ്ഞപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു. മെറോസിനെ ശപിക്കുക, കർത്താവിൻ്റെ ദൂതൻ പറയുന്നു. അതിൻ്റെ നിവാസികളെ കഠിനമായി ശപിക്കുക. എന്തെന്നാൽ അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല, ശക്തന്മാർക്കെതിരെ കർത്താവിൻ്റെ സഹായത്തിന്. കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേൽ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൂടാരത്തിലെ സ്ത്രീകളിൽ അവൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. രാജകീയ താലത്തിൽ അവൾ വെണ്ണ കൊണ്ടുവന്നു. അവളുടെ കൈ കൂടാരത്തിൻ്റെ കുറ്റിക്ക് വേണ്ടി നീട്ടി. അവളുടെ വലത്തുകൈ പണിക്കാരുടെ ചുറ്റികയ്ക്കായും. സിസേറയെ അവൾ ആഞ്ഞടിച്ചു, അവൻ്റെ തല തകർത്തു. അവൾ അവൻ്റെ ചെന്നി കുത്തിത്തുളച്ചു. അവളുടെ പാദങ്ങൾക്കിടയിൽ അവൻ താണുപതിച്ചു കിടന്നു. അവളുടെ പാദങ്ങൾക്കിടയിൽ അവൻ താണുപതിച്ചു. അവൻ താണിടത്തു തന്നെ മരിച്ചു വീണു. ജാലകത്തിലൂടെ അവൾ താഴേക്ക് നോക്കി. കിളിവാതിലിന് പിന്നിൽ സിസേറയുടെ അമ്മ കരഞ്ഞു. അവൻ്റെ രഥം വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ട്? അവൻ്റെ രഥചക്രങ്ങൾ വൈകുന്നത് എന്തുകൊണ്ട്? അവളുടെ ജ്ഞാനവതികളായ രാജകുമാരികൾ പ്രത്യുത്തരിച്ചു. അവൾ തന്നെയും ആത്മകഥം ചെയ്തു. ഒരുപക്ഷെ അവർ കൊള്ള മുതൽ കണ്ടെത്തുകയും പങ്കുവയ്ക്കുകയുമായിരിക്കും. ഓരോ പുരുഷനും 1-2 തരുണികൾ വീതം. വർണ്ണവസ്ത്രങ്ങൾ സിസേറയ്ക്ക് കൊള്ള മുതൽ, വിവിധ വർണ്ണവസ്ത്രങ്ങളായ കൊള്ള മുതൽ, വിവിധ വർണ്ണവസ്ത്രങ്ങൾ കൊള്ളക്കാരൻ്റെ കഴുത്തിന്. കർത്താവെ, അങ്ങയുടെ ശത്രുക്കളെല്ലാം ഇപ്രകാരം നശിക്കട്ടെ. എന്നാൽ അവിടുത്തെ സ്നേഹിക്കുന്നവർ സൂര്യൻ ശക്തിയോടെ ഉദിക്കുന്നത് പോലെയാകട്ടെ. 40 വർഷം ദേശം ശാന്തമായിരുന്നു. റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം. റൂത്ത് ബോവാസിൻ്റെ വയലിൽ. നവോമിക്ക് എലിമലേക്കിൻ്റെ കുടുംബത്തിൽ നിന്ന് തൻ്റെ ഭർത്താവിൻ്റെ പരിചയക്കാരനായി പ്രബലനായൊരു സമ്പന്നനുണ്ടായിരുന്നു. ബോവാസ് എന്നായിരുന്നു അവൻ്റെ പേര്. ഞാൻ ആരുടെ ദൃഷ്ടികളിൽ കൃപ കണ്ടെത്തുന്നുവോ അവൻ്റെ വയലിൽ പോയി കതിർക്കെട്ടുകൾക്ക് പിന്നാലെ കാലാപിറക്കട്ടെ എന്ന് മൊവാബുകാരി റൂത്ത് നവോമിയോട് ചോദിച്ചു. എൻ്റെ മകളെ, പൊയ്ക്കൊള്ളുക, അവളോട് പറഞ്ഞു. അവൾ നടന്നു ചെന്ന് വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ കാലാപിറക്കി. എലിമലേക്കിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ബോവാസിൻ്റെ വയൽ വിഹിതം തന്നെയായിരുന്നു അവളുടെ ഭാഗ്യമായി വന്നുപെട്ടത്. അപ്പോൾ അതാ ബോവാസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. കൊയ്ത്തുകാരുടെ മേൽ ചുമതലയുണ്ടായിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരുടേതാണ് ഈ യുവതി? കൊയ്ത്തുകാരുടെ മേൽ ചുമതലയുണ്ടായിരുന്ന ഭൃത്യൻ മറുപടിയായി പറഞ്ഞു, നവോമിയോടൊപ്പം മൊവാബ് പ്രദേശത്ത് നിന്ന് തിരിച്ചു വന്ന മൊവാബുകാരിയാണിവൾ. കൊയ്ത്തുകാർക്ക് പിന്നിലായി കറ്റകൾക്കിടയിൽ ഞാൻ കാലാപിറുക്കി ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് അവൾ അഭ്യർത്ഥിച്ചിരുന്നു. അവൾ വന്നിട്ട് രാവിലെ മുതൽ ഇതുവരെ ഇങ്ങനെ നിൽക്കുകയാണ്. അകത്ത് അവൾ ലേശമേ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, എൻ്റെ മകളെ, നീ കേട്ടില്ലേ? കാലാപിറുക്കാൻ മറ്റൊരു വയലിൽ നീ പോകേണ്ട. ഇവിടെ നിന്ന് വിട്ടുപോവുകയും വേണ്ട. ഇവിടെ എൻ്റെ വൃത്തികളോടുകൂടെ ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്ന വയലിൽ അവർക്ക് പിന്നാലെ നോക്കി നടന്നുകൊള്ളുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരെ ഞാൻ അനുശാസിച്ചിട്ടുണ്ടല്ലോ. ഭൃത്യന്മാർ വെള്ളം കോരി വെച്ചിട്ടുള്ള പാത്രങ്ങളുടെ അടുക്കൽ ചെന്ന് നിനക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാം. അവൾ വീണ് തൻ്റെ മുഖം നിലത്തു ചേർത്ത് അവനെ വണങ്ങി. അവൾ അവനോട് പറഞ്ഞു, ഞാൻ അന്യനാട്ടുകാരിയായിരിക്കെ എന്നെ പരിഗണിക്കാൻ മാത്രം അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ എങ്ങനെ കനിവ് കണ്ടെത്തി? ബോവാസ് മറുപടിയായി അവളോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം നീ അമ്മായിയമ്മയെ പരിചരിച്ചതും നിൻ്റെ മാതാപിതാക്കന്മാരെയും ജന്മദേശത്തെയും ത്യജിച്ചതും
ഒരു നാളും നീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനത്തിൻ്റെ അടുത്തേക്ക് വന്നതുമെല്ലാം എന്നോട് വിശദമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ പ്രവൃത്തി കർത്താവ് പ്രതിസമ്മാനിതമാക്കട്ടെ. ചിറകിൻ കീഴിൽ അഭയം തേടാനായി നീ അണഞ്ഞിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്റെ പ്രതിഫലം സമ്പൂർണ്ണമായിരിക്കട്ടെ. അപ്പോൾ അവൾ പറഞ്ഞു, യജമാനനെ, ഞാൻ അങ്ങയുടെ ദൃഷ്ടികളിൽ കനിവ് കണ്ടെത്തിയിരിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് ആശ്വാസമേകി. ഞാൻ അങ്ങയുടെ പരിചാരകന്മാരിൽ ഒരുവൾക്ക് തുല്യ അല്ലായിരുന്നിട്ടും അങ്ങയുടെ ദാസിയോട് ഹൃദയപൂർവ്വം സംസാരിക്കുകയും ചെയ്തു. ഭക്ഷണസമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് അല്പം ഭക്ഷണം കഴിക്കൂ. നിന്റെ അപ്പക്കഷ്ണം ചൊറുക്കയിൽ മുക്കൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ വശം ചേർന്ന് ഇരുന്നു. അവൻ അവൾക്ക് മലർ വെച്ചു നീട്ടി. അവൾ സംതൃപ്തയായി ബാക്കി സൂക്ഷിക്കുകയും ചെയ്തു. അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റു. ബോവാസ് തൻ്റെ ഭൃത്യന്മാരെ ഇപ്രകാരം അനുശാസിച്ചു, അവൾ കറ്റകൾക്കിടയിലും കാലാപെറുക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അവളെ അവമാനിക്കരുത്. മാത്രമല്ല, അവൾക്ക് കാലാപെറുക്കാനായി കതിർകറ്റകളിൽ നിന്ന് അല്പാൽപ്പം മനഃപൂർവ്വം വീഴ്ത്തുകയും ചെയ്യണം. അവളെ നിങ്ങൾ ശാസിക്കരുത്. അങ്ങനെ അവൾ സന്ധ്യ വരെ വയലിൽ കാലാപെറുക്കിയത് അവൾ മെതിച്ചപ്പോൾ ഏകദേശം 1 എഫ ബാർലി ഉണ്ടായിരുന്നു. കാലാപെറുക്കിയതും വഹിച്ച് നഗരത്തിലെത്തി അവൾ അമ്മായിയമ്മയെ കാണിച്ചു. അവൾ ഭക്ഷിച്ചു തൃപ്തയായതിൽ നിന്ന് സൂക്ഷിച്ചു വെച്ചത് പുറത്തെടുത്ത് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അവളുടെ അമ്മായിയമ്മ അവളോട് ചോദിച്ചു, എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത്? എവിടെയാണ് നീ ജോലി ചെയ്തത്? നിന്നെ പരിഗണിച്ചവൻ അനുഗ്രഹീതനാകട്ടെ. അപ്പോൾ താൻ അയാളോടുകൂടെ ജോലി ചെയ്തത് അവൾ അമ്മായിയമ്മയ്ക്ക് വിവരിച്ചു കൊടുത്തു. താൻ ഇന്ന് കൂടെ ജോലി ചെയ്ത ആളുടെ പേര് ബോവാസ് എന്നാണെന്നും അവൾ പറഞ്ഞു. അപ്പോൾ നവോമി തൻ്റെ മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും തൻ്റെ കാരുണ്യം കൈവിടിയാത്ത കർത്താവിന് അവൻ അനുഗ്രഹീതനായിരിക്കട്ടെ. തുടർന്ന് നവോമി അവളോട് പറഞ്ഞു, അദ്ദേഹം നമുക്ക് ഉറ്റവനാണ്, നമ്മുടെ ബന്ധുവാണ്. അപ്പോൾ മോവാബുകാരി റൂത്ത് പറഞ്ഞു, എനിക്കുള്ള കൊയ്ത്തു മുഴുവൻ തീരുവോളം എൻ്റെ ഭൃത്യന്മാരോടു കൂടെ തന്നെ നീ ഉണ്ടായിരിക്കണം എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. നവോമി മരുമകളായ റൂത്തിനോട് പറഞ്ഞു, എൻ്റെ മകളെ, അവൻ്റെ ഭൃത്യകളോടുകൂടെ പുറപ്പെടുന്നതാണ് നല്ലത്. മറ്റൊരു വയലിൽ മറ്റുള്ളവർ നിന്നെ കണ്ടുമുട്ടാതിരിക്കട്ടെ. അങ്ങനെ ബാർലി വിളവെടുപ്പും ഗോതമ്പ് വിളവെടുപ്പും കഴിയുന്നതുവരെ കാലാപെറുക്കുന്നതിന് അവൾ ബോവാസിൻ്റെ ഭൃത്യകളോടുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ തൻ്റെ അമ്മായിയമ്മയോടൊത്ത് താമസിച്ചു. സങ്കീർത്തനങ്ങൾ 134. നിശാരാധർക്ക് അനുഗ്രഹം. ആരോഹണഗീതം. അല്ലയോ കർത്താവിൻ്റെ സകല ദാസരുമേ, രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ നിൽക്കുന്നവരെ, നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവിൻ. വിശുദ്ധ സ്ഥലത്തേക്ക് കൈയുയർത്തി നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ.